ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ പവർഫുൾ എപ്പിസോഡ് ഓഫ് മലു എപ്പിസോഡ്. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഫ്ലാഷ് സീരീസിന്റെ ഫസ്റ്റ് സീസണിന്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ്. ഫ്ലാഷ് സീസൺ 1ന്റെ ഒരു റഫ് സ്റ്റോറിയിലേക്ക് അല്ലെങ്കിൽ ഒരു റീക്യാപ്പിലേക്ക് നമുക്ക് ഉടനെ തന്നെ കടന്നു ചെല്ലാം. ഫിലിമിന്റെ തുടക്കത്തില് ഈ ബോർഡ് എന്ന് പറയുന്നൊരു വ്യക്തി ഫ്യൂച്ചറിൽ നിന്ന് പ്രസന്റ് സിറ്റുവേഷനിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം അവനിപ്പോ ഫ്ലാഷിന്റെ അമ്മയെ തന്നെയാണ് കൊല്ലാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഫ്ലാഷിന്റെ അമ്മയെ കൊല്ലുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്ലാഷിന്റെ പവർ എല്ലാം തന്നെ അവനും കൂടെ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലാഷിന്റെ അമ്മയെ നശിപ്പിച്ച് ഇല്ലാതാക്കാനായി അവനിപ്പോൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഈ ബോട്ട് ഇവിടെ ഉപയോഗിക്കുന്ന മാർഗം ഡാർക്ക് മാറ്റർ ആണ്. പിന്നീട് ടൈം ട്രാവൽ ചെയ്യുകയും അതിലൂടെ തന്റെ അന്ത്യം ആരുടെ കൈകൊണ്ടാണെന്ന് അവൻ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അത് മറ്റാരുടെയും കൈകൊണ്ടായിരുന്നില്ല, ഫ്ലാഷിന്റെ തന്നെ കൈകൊണ്ടാണെന്ന് മനസ്സിലാക്കി അവനാവട്ടെ എങ്ങനെയെങ്കിലും ഫ്ലാഷിനെ കൂടുതൽ മാനസികമായി തകർക്കാനും ഭയപ്പെടുത്താനും വേണ്ടിയാണ് അവന്റെ അമ്മയെ കൊല്ലാൻ ഇപ്പോൾ ഫ്യൂച്ചറിൽ നിന്ന് പ്രസന്റിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇപ്രകാരം ഫ്ലാഷിന്റെ അമ്മയെ കൊന്നതിന് ശേഷം അവൻ തിരിച്ച് ഫ്യൂച്ചറിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുമ്പോൾ അവനത് സാധിക്കുന്നില്ല. കാരണം അവന് വളരെ സ്പീഡിൽ ഓടിയിട്ട് ഫ്യൂച്ചറിലേക്ക് എത്താനായി സാധിക്കുന്നില്ല. ഇതിന്റെ കാരണം നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. പക്ഷേ ഫ്ലാഷിന്റെ അമ്മയെ കൊന്നത് ഡോക്ടർ അലൻ ആണെന്ന് പോലീസുകാർ തെറ്റിദ്ധരിക്കുകയും പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ബാരന്റെ പപ്പയാണ് ആലൻ. ഇത്തരത്തിൽ ബാരന്റെ ഫാദറായിട്ടുള്ള ഡോക്ടർ ആലനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ജോവസ്റ്റ് ആവട്ടെ ബാരനെ എടുത്തു വളർത്താനായി തയ്യാറാവുന്നു. ജോവസ്റ്റ് ഡോക്ടർ ആലന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടെ ആയിരുന്നു. ഇതേ സമയം പ്രസന്റ് സിറ്റുവേഷനിൽ സ്റ്റക്കായി പോയ നമ്മുടെ ഈ ബോട്ട് ആവട്ടെ ജീനിയസ് ആരിസിനെ തകർക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ രൂപത്തിലേക്ക് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കടന്നു വരികയും ചെയ്യുകയാണ്. പിന്നീട് ആരിസന്റെ ആ ഒരു പ്രോജക്റ്റ് തന്നെ ഏറ്റെടുത്ത് ചെയ്യുകയാണ് ഈ ബോട്ട്. ഇവിടെ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ബാരൻ ഇപ്പോൾ കുട്ടിയിൽ നിന്ന് മാറി വലിയൊരു യുവാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു ലാബ് അസിസ്റ്റന്റ് ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ആവട്ടെ ആരിസൺ അഥവാ ഈ ബോർഡിന്റെ പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള സ്പീച്ചിലേക്ക് കടന്നു വരികയാണ് ബാരൻ ഇവിടെ. ഇതേ സമയം ആ ഒരു പാർട്ടിക്കിൾസ് ഉള്ള സ്ഥലം പൊട്ടിത്തെറിക്കുകയും പിന്നീട് അവിടെ ലൈറ്റ്നിങ് തന്നെ ക്രിയേറ്റ് ആവുകയും ചെയ്യുകയാണ്. ഈ ഒരു കാര്യം കണ്ട ബാലൈൻ ആവട്ടെ അത് തടയാനായി ശ്രമിക്കുന്നതിലൂടെ അവനും സാരമായി തന്നെ പരിക്കേൽക്കുന്നു. പിന്നീട് നീണ്ട നാളത്തെ ഒരു ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ കഥാനായകൻ ഇവിടെ. അതിലൂടെ 9 മാസം കോമയിലാവുകയും പിന്നീട് അവൻ തിരികെ കോൺഷ്യസ് ആയി മാറുകയും ചെയ്യുകയാണ്. അവന്റെ കൂടെ സിസ്കോ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് കാണാനായി സാധിക്കും. ഫ്ലാഷ് ടീമിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു സിസ്കോ. അതുമാത്രമല്ല അവനെ ടേക്ക് കെയർ ചെയ്യുന്ന കേറ്റ്ല സ്നോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൂടെ അവരുടെ അടുത്തെ നമുക്ക് കാണാനായി സാധിക്കും. ഇവൾ ഒരു ബയോകെമിസ്റ്റ് ആണ്. അവന്റെ എല്ലാ ട്രീറ്റ്മെന്റ് ഇവൾ തന്നെയാണ് വളരെ കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഫ്ലാഷ് മൂവിയിൽ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാന്നിധ്യമാണ് കേറ്റ്ല സ്നോ. ഇത്തരത്തിൽ ഞെട്ടി ഉണർന്നതിനെ തുടർന്ന് അവൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുകയും കേറ്റ് ആവട്ടെ അവനെ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്യുകയാണ്. എന്നാൽ ആവട്ടെ ആ ഒരു പൊട്ടിത്തെറിയില് കേറ്റിന്റെ ഫിയാൻസി കൂടെ മരണപ്പെട്ടു പോയിരുന്നു. ഇത്തരത്തിൽ കോമയിൽ നിന്ന് കടന്നു വന്ന ബാരിക് ആവട്ടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ ആണ് ലഭിക്കുന്നത്. അവന്റെ സ്പീഡ് അളക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇത്തരത്തിൽ വളരെ സ്പീഡിൽ ഓടുന്ന ബാരി ആവട്ടെ വീഴുകയും അതിലൂടെ അവന്റെ കൈ തന്നെ ഒടിഞ്ഞു പോവുകയും ചെയ്യുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ 3 മണിക്കൂറിനുള്ളിൽ അത് ഹീലാവുകയാണ്. ഈ ഒരു കാര്യം കേറ്റ് കാണുകയും അവനുണ്ടാവുന്ന ഇത്തരം മാജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ കേറ്റ് ആവട്ടെ ബാരിയെ പറഞ്ഞും ബോധ്യപ്പെടുത്തുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് വെതർ വിസാർഡിനെയാണ്. അവന് വെതറിനെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അമാനുഷികമായ പവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. എഡിയും ജോസ്റ്റും ആവട്ടെ നല്ലൊരു ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. പക്ഷെ പിന്നീടാണ് ജോസ്റ്റ് തിരിച്ചറിയുന്നത് എഡി തന്റെ മകളെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന്. ഈ ഒരു കാര്യം ഇഷ്ടപ്പെടാത്ത ജോവസ്റ്റ് ആവട്ടെ അവിടെ നല്ല രീതിയിൽ തന്നെ പ്രശ്നമുണ്ടാക്കുകയും എഡിയോട് വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്നു. തന്റെ മകളായിട്ടുള്ള ഐറിസ് ആവട്ടെ ബാരയെ കല്യാണം കഴിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എഡി ആവട്ടെ അവിടെയുള്ള ജനങ്ങളോടെല്ലാം തന്നെ സംസാരിച്ചതിന് ശേഷം വെതർ വിസാർഡിന്റെ ഫോട്ടോ തന്നെ സ്കെച്ച് ചെയ്തതിന് ശേഷം ജോവസ്റ്റിനെ ഏൽപ്പിച്ചിരുന്നു. സിസ്കോ ആവട്ടെ ബാരയ്ക്ക് ഒരു പുതിയ സ്യൂട്ട് തന്നെ അവിടെ നിർമ്മിച്ചു കൊടുക്കുകയാണ്. 2004 ഫസ്റ്റ് എഡിഷൻ സ്യൂട്ട് എന്നാണ് ഈ ഒരു സ്യൂട്ട് തന്നെ അറിയപ്പെടുന്നത്. വെതർ വിസാർഡ് നശിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു ചുഴലിക്കാറ്റ് തന്നെ അവർ സൃഷ്ടിക്കുകയാണ്. എന്നാൽ ആവട്ടെ അവൻ നശിച്ചു പോകാതെ വീണ്ടും നമ്മുടെ ബാരി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ജോവസ്റ്റ് അങ്ങോട്ടേക്ക് കടന്നു വരികയും അതിനുശേഷം വെതർ വിസാർഡ് അവിടെ നിഷ്കരണം ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് ജോവസ്റ്റ് തന്റെ മകൻ തന്നെയാണ് ഫ്ലാഷ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. പിന്നീട് ജോസ്റ്റ് ആവട്ടെ ബാരിയുടെ റൂമിലേക്ക് കടന്നു വരികയും അതിനുശേഷം അവന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനായി ശ്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് അവന്റെ അമ്മയുടെ കൊലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ബാരി സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് ജോവസ്റ്റിന് കാണാനായി സാധിച്ചത്. എന്റെ അമ്മയെ കൊന്ന സമയത്തും
എന്റെ പുറകിൽ ഉള്ളതുപോലെ തന്നെ ഒരു റെഡ് കളർ ഇലക്ട്രിക് പവർ ഉള്ള ആളാണ് എന്റെ അമ്മയെ കൊന്നത് എന്നെനിക്ക് മനസ്സിലാക്കാനായി സാധിച്ചിട്ടുണ്ട്. അതിലൂടെ അത് ആരാണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയുമെന്നിപ്പോ അവനിപ്പോൾ ജോവേസിന്റെ അടുത്ത് പറയുകയാണ്. പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൽ ഉണ്ടായ ആ ഒരു പൊട്ടിത്തെറിയിൽ തന്നെ ഒരുപാട് ഹ്യൂമൻ ബീയിങ്സിന് എക്സ്ട്രാ ഓർഡിനറി കഴിവ് കൈവന്നിരുന്നു. അതിനാൽ തന്നെ അവരെല്ലാവരും തന്നെ കണ്ടെത്തുകയും അതിനുശേഷം അവർ സ്റ്റാർ ലാബിലെ ഒരു കേജിൽ തന്നെ അടച്ചു വെക്കാനായി ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സൂപ്പർ ഹ്യൂമൻ ബീയിങ്സിനെ മെറ്റാ ഹ്യൂമൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അവർക്കാവട്ടെ പ്രോപ്പറായിട്ട് ഭക്ഷണം പോലും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങോട്ടേക്ക് അടുത്തൊരു വില്ലൻ തന്നെ രംഗപ്രവേശനം ചെയ്യുകയാണ്. ക്യാപ്റ്റൻ കോൾട്ട് എന്നറിയപ്പെടുന്ന ഒരു വില്ലനാണിത്. ഈ ഒരു ഫ്ലാഷ് മൂവിയിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം. ക്യാപ്റ്റൻ ആവട്ടെ സിസ്കോയുടെ ആ ഒരു കോൾഡ് ഗൺ തന്നെ സ്വന്തമാക്കുകയാണ്. ഇത്തരത്തിൽ സിസ്കോ ആവട്ടെ ഒരു കോൾഡ് ഗൺ തന്നെ നിർമ്മിക്കാനുള്ള കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഫ്ലാഷ് ഒരു വില്ലനോ അല്ലെങ്കിൽ വലിയൊരു വിപത്തോ ആയി മാറിയിട്ടുണ്ടെങ്കിൽ അവനെ നേരിടാൻ വേണ്ടിയിട്ടായിരുന്നു. ക്യാപ്റ്റനും ഫ്ലാഷും പല രംഗങ്ങളിൽ നല്ല രീതിയിൽ ഏറ്റുമുട്ടുകയും ഫ്ലാഷിന് ക്യാപ്റ്റന്റെ അടുത്ത് പിടിച്ചു നിൽക്കാനായി കഴിയാത്ത സാഹചര്യം വരെ സംജാതമാവുകയും ഈ സിനിമയിൽ ചെയ്യുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. പിന്നീട് ബാരനാവട്ടെ ഫെലിസിറ്റി എന്ന് പറയുന്ന ഒരു ഗേൾ ഫ്രണ്ടിനെ ലഭിക്കുകയും അവരുമായിട്ട് നല്ല രീതിയിൽ ഡേറ്റിംഗിലൊക്കെ ആവുന്നതായിട്ടും കാണാനായി സാധിക്കും. അപ്പോൾ ആവട്ടെ ഗ്രേ ആ ഒരു ടീമിന്റെ തന്നെ ഒരു ടെക്നിക്കൽ സപ്പോർട്ടറായി മാറുകയും ചെയ്യുകയാണ്. പിന്നീട് വളരെ ഹെവി പവറുള്ള ഒരു മെറ്റാഗൾ ലേഡിയാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് പെറ്റി എന്നാണ്. അവൾ എവിടെയെങ്കിലും സ്പർശിക്കുകയാണെങ്കിൽ അത് നിമിഷ നേരം കൊണ്ട് തന്നെ ബോംബായി മാറുകയും പിന്നീട് അത് നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇത്തരത്തിലുണ്ടായിരുന്ന വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്ന് ഫ്ലാഷ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും അവളുമായി നല്ലൊരു ചെങ്ങാതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. അമേരിക്കൻ മിലിറ്ററി ഫോഴ്സ് ആവട്ടെ ഈ ഒരു കാര്യം അറിയുകയും ഇത്തരത്തിലുള്ള മെറ്റാഗൺസിനെ എങ്ങനെയെങ്കിലും കണ്ടെത്താനും അത് അവർക്ക് ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതിലൂടെ അവർ പെറ്റിയെ കണ്ടെത്തുകയും പിന്നീട് അവളെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സമയത്തേക്ക് ഫ്ലാഷ് അങ്ങോട്ടേക്ക് കടന്നു വരികയും അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ മിലിറ്ററി ഓഫീസർ ആവട്ടെ അവളെ ഷൂട്ട് ചെയ്യുകയും അവളുമായി ഉടൻ തന്നെ നമ്മുടെ ഫ്ലാഷ് ആവട്ടെ എക്സ്പ്ലോർ ചെയ്യാതിരിക്കാൻ വേണ്ടി കടലിലേക്ക് തന്നെ കടന്നു വരികയും ചെയ്യുകയാണ്. അവളെ കടലിൽ നിക്ഷേപിച്ച സമയത്ത് തന്നെ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുകയും അതിൽ നിന്ന് നമ്മുടെ ഫ്ലാഷ് ആവട്ടെ വളരെ കൃത്യമായി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. അടുത്ത സീസണിൽ കാണിക്കുന്നത് നമ്മുടെ ഫ്ലാഷുമായിട്ട് ഏറ്റുമുട്ടാൻ വരുന്ന റിവേഴ്സ് ഫ്ലാഷിനെയാണ്. ആരനുമായിട്ട് റിവേഴ്സ് ഫ്ലാഷും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയും അതിനുശേഷം തന്റെ അമ്മയുടെ ഘാതകൻ ഇവൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞതിലൂടെ അച്ഛനെ പുറത്തു കൊണ്ടുവരികയാണ് നമ്മുടെ ബാരൻ. ഇവിടെ റിവേഴ്സ് ഫ്ലാഷിന്റെ അത്രയും വേഗത്തിൽ നമ്മുടെ ഫ്ലാഷിന് ഓടാനായി സാധിക്കുന്നില്ല. ഇതിനെ തുടർന്ന് സ്റ്റാർ ലാബ്സ് അവിടെ ഫ്ലാഷിന് സഹായത്തിനായിട്ട് ആ ഒരു പുതിയ ഡിവൈസ് തന്നെ കണ്ടെത്തുന്നു. അതിനെല്ലാം ശേഷമാണ് ആ ഒരു വലിയ സർപ്രൈസ് അവർ തിരിച്ചറിയുന്നത്. ഇത്തരത്തിൽ റിവേഴ്സ് ഫ്ലാഷ് ആരിസൺ തന്നെയായിരുന്നു. ഹേഡ് വേവ് അങ്ങോട്ടേക്ക് കടന്നു വരികയും അതിനുശേഷം കോൾ ഗണ്ണിന്റെ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ ഗൺ തന്നെ അവൻ കണ്ടെത്തുന്നു. ഇത്തരത്തിൽ ഫയർ ഗൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഐസും അതുപോലെ തന്നെ ഫയറും അവിടെ നല്ല രീതിയിൽ എക്സ്പ്ലോർഡ് ആവുകയും അവർ രണ്ടുപേരും ഇരുവശത്തേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുകയാണ്. ക്യാപ്റ്റനെ ഇത്തരത്തിൽ അയൺ ഹൈസിലേക്ക് കൊണ്ടുപോകുന്ന മാർഗമധ്യേ അവിടേക്ക് അദ്ദേഹത്തിന്റെ സഹോദരി കടന്നു വരികയും പിന്നീട് അദ്ദേഹത്തെ അവിടുന്ന് മോചിപ്പിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് അവിടേക്ക് ഹെൻറി എന്ന് പറയുന്ന പുതിയൊരു വില്ലൻ തന്നെ രംഗപ്രവേശനം ചെയ്യുകയാണ്. അദ്ദേഹവും ഒരു മെറ്റാ ഹ്യൂമൻസ് ആണെന്നാണ് നമ്മൾ ആദ്യം വിചാരിക്കുക. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്ലൗ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. സൗണ്ട് വേവ്സിനെ ഇത്തരത്തിൽ പുറത്തു കൊണ്ടുവരാനാണ് അവനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ഫ്ലാഷ് ആവട്ടെ അവനെ തോൽപ്പിക്കുകയും പിന്നീട് അവൻ ആ ഒരു മെറ്റാ ഹ്യൂമൻസ് ഉള്ള സെല്ലിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് ഫ്ലാഷ്. ഇവിടെ ഹെൻറി ആവട്ടെ ഇതേ സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് കഫ് വരെ നശിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. പിന്നീട് ആവട്ടെ ഇത്തരത്തിൽ രക്ഷപ്പെട്ടു പോയ നമ്മുടെ ഹെൻറിയെ ഫ്ലാഷ് കണ്ടെത്തുകയും അവർ തമ്മിൽ വീണ്ടും നല്ലൊരു ഫൈറ്റ് തന്നെ ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഒടുവിലായി ഫ്ലാഷ് ഹെൻറിയെയും കീഴടക്കുന്നു. അടുത്തതായി രംഗപ്രവേശനം ചെയ്യുന്നത് ഡോക്ടറാണ്. ഡോക്ടർ അഥവാ ഫയർ സ്റ്റോം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പാർട്ടിക്കിൾ എക്സലേറ്റർ പൊട്ടിത്തെറിച്ചത് കൊണ്ട് തന്നെ അതിൽ മൂലം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സൂപ്പർ പവർ ആയിരുന്നു ഇദ്ദേഹവും. ഇത് ആക്ച്വലി ഒരു സിംഗിൾ മനുഷ്യനല്ല, നമ്മുടെ കേറ്റ്ലയുടെ ആ ഒരു ഫിയാൻസിയുടെ ആത്മാവും ഇദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. അതിലൂടെയാണ് ഇവർക്ക് ഇത്തരത്തിൽ ഫയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പവർ തന്നെ ലഭിച്ചത്. ഇത്തരത്തിൽ ഒരു വേളയിൽ കാറ്റ്ലിനും അതുപോലെ തന്നെ സിസ്കോയും സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴാണ് അവളുടെ ഫിയാൻസിയെ കാണാനായിട്ട് അവൾക്ക് സാധിച്ചത്. പക്ഷേ ആ ഒരു സമയത്ത് രൂപസാദൃശ്യത്തിൽ അവളുടെ ഫിയാൻസിയെ പോലെ ആയിരുന്നുവെങ്കിലും മൈൻഡ് ഡോക്ടറുടേതായതുകൊണ്ട് തന്നെ അവളെ തിരിച്ചറിയാനായിട്ട് അവന് സാധിക്കുന്നില്ല. അതിനുശേഷം ആവട്ടെ അവൻ അവിടുന്ന് കടന്നു പോകുന്നു. ഈ കാര്യം മനസ്സിലാക്കി നമ്മുടെ സിസ്കോ ആവട്ടെ എങ്ങനെയൊക്കെ ഡോക്ടറെ സ്റ്റാർ ലാബിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവർ രണ്ടുപേരെയും രണ്ടായിട്ട് പിരിക്കാനായി ശ്രമിക്കുകയാണ്. അതിനായിട്ട് ഒരു ഡിവൈസ് തന്നെ നമ്മുടെ സിസ്കോ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ഡിവൈസ് അറിയപ്പെട്ടത് ഡു ഓർ ഡൈ എന്നാണ്.
ഒന്നെങ്കിൽ അവർ രണ്ടായിട്ട് പിരിയും, അല്ലെങ്കിൽ അവർ രണ്ടുപേരും തട്ടിപ്പോവും. ബാരിയും കേരളിനും ആവട്ടെ ഇപ്പൊ ആ ഒരു ബോഡിയുമായി വലിയൊരു മഞ്ഞുള്ള പ്രദേശത്തേക്ക് തന്നെ കടന്നു വരികയാണ്. ഇത്തരത്തിൽ വലിയ ക്ലിയർ എക്സ്പ്ലോഷൻ തന്നെ അവിടെ നടക്കാൻ സാധ്യത ഉണ്ട് എന്ന് അവർക്കറിയാമായിരുന്നു. അതിനെ ചെറുത്തു നിൽക്കാനായിരുന്നു അവർ അപ്രകാരം ഒരു സ്ഥലത്തേക്ക് കടന്നു വന്നത്. ഈ ഒരു പൊട്ടിത്തെറി കണ്ട നമ്മുടെ ജനറൽ ആവട്ടെ ആ ഒരു മെറ്റാ ഹ്യൂമനെ പിടിക്കാനായിട്ട് അദ്ദേഹത്തിന് മിലിറ്ററിക്ക് തന്നെ നിർദ്ദേശം കൊടുക്കുകയാണ്. അടുത്ത സീനിൽ ജോവസ്റ്റും സിസ്കോയും ആവട്ടെ ബാരിയുടെ അമ്മ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അതെങ്ങനെ സംഭവിച്ചു എന്നറിയാനായി അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. വീട്ടിലെത്തിയ അവർ ആവട്ടെ അവിടെ അന്വേഷിച്ചതിനെ തുടർന്ന് സിസ്കോയ്ക്ക് ഒരു പ്രത്യേകതരം ഡിവൈസ് തന്നെ കണ്ടെത്താനായി സാധിക്കുന്നു. അതിലൂടെ അവന്റെ അമ്മയെ അറ്റാക്ക് ചെയ്തത് 2 പേരാണെന്നും മാത്രമല്ല സുപ്രധാന തെളിവായി ഏതാനും ചില ബ്ലഡ് സ്റ്റെയിൻ കൂടെ അവർക്ക് ലഭ്യമായി. അതിനുശേഷം സിസ്കോ ആവട്ടെ ലാബിൽ വരികയും അതിനെ കൂടുതൽ നന്നായി എക്സാമിൻ ചെയ്യുകയും ചെയ്യുകയാണ്. പ്രീ ഡൈമെൻഷനിൽ വീട്ടിലുണ്ടായിരുന്ന ഒരു ടേബിളിലുണ്ടായിരുന്ന കണ്ണാടി ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അവരിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതും അതിലൂടെ അമ്മയുടെ യഥാർത്ഥ കൊലപാതകയെ കണ്ടെത്താൻ ശ്രമിക്കുന്നതും. ഇതേ സമയം ആ ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ റോണിയും അതുപോലെ തന്നെ ഡോക്ടറും രണ്ടായി പിരിയുന്നു. പിന്നീട് ഡോക്ടറിന്റെ അടുത്ത് ബാരി കടന്നു വരികയും അതിനുശേഷം ടൈം ട്രാവലിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ചെയ്യുകയാണ്. തന്റെ സ്വന്തം സ്വത്വം തിരിച്ചു കിട്ടിയ റോണിയെ ജനറൽ പിടിക്കുകയും അതിനുശേഷം അവനെ ബന്ധിയാക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു കാര്യം ഡോക്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുകയും പിന്നീട് ഫ്ലാഷും ടീമും ചേർന്ന് അവനെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഹാരിസന്റെ അടുത്തുള്ളായിരുന്ന ഒരു കേജിൽ നിന്ന് ബ്രോഡ് എന്ന് പറയുന്ന ഒരു മങ്കി അല്ലെങ്കിൽ ഒരു ഗോറിൽ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ആ ഒരു ഗോറിലേക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു മങ്കി ആവട്ടെ ജോവസിനെ പിടിച്ച് അവന്റെ തടങ്കലിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം ജോവസ് ഗോറില്ലയുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പിന്നീടാവട്ടെ മറ്റൊരു വെതർ വിസാർഡ് ആവട്ടെ അങ്ങോട്ടേക്ക് കടന്നു വരികയും അവിടെ വലിയ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതേ സമയത്ത് ഫ്ലാഷ് കടന്നു വരികയും അതിനൊരു വിരാമം ഇടാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇസ്കോ ആവട്ടെ ഒരു കേജ് തന്നെ നിർമ്മിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും റിവേഴ്സ് ഫ്ലാഷിനെ അവരുടെ വരുതിയിൽ വരുത്താനായി ശ്രമിക്കുന്നു. പക്ഷേ സിസ്കോയ്ക്കും കൂട്ടർക്കും ലഭിച്ചത് റിവേഴ്സ് ഫ്ലാഷിന്റെ ഒരു ഹോളോഗ്രാഫിക് രൂപം മാത്രമായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു കാര്യം നമ്മുടെ സിസ്കോ കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഹാരിസൺ ആവട്ടെ അവന്റെ അടുത്തേക്ക് കടന്നു വരിക. ഒട്ടും തന്നെ സമയം കളയാതെ ഹാരിസൺ ആവട്ടെ സിസ്കോയെ അവിടെ നശിപ്പിച്ചു കളയുകയാണ്. വിസാർഡ് ക്രിയേറ്റ് ചെയ്ത വലിയൊരു സുനാമിയെ തടയാനായിട്ട് ഫ്ലാഷ് അവിടേക്ക് കടന്നു വരികയും അതിലൂടെ ഐറിഷിനെ കണ്ടുമുട്ടുകയും ചെയ്യുകയാണ് ഫ്ലാഷ് ഇവിടെ. പിന്നീട് അവർ ഒന്നിക്കുകയും എങ്ങനെയെങ്കിലും ആ ഒരു സുനാമി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാനായി ശ്രമിക്കുകയാണ്. അവൻ ഇതുവരെ ഉപയോഗിക്കാത്ത അത്രയും സ്പീഡിൽ ആ ഒരു സെൻട്രൽ സിറ്റിയുടെ ചുറ്റും ഓടുകയും ഇതിനെ തുടർന്ന് അവൻ അറിയാതെ തന്നെ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് തന്നെ കടന്നു ചെല്ലുകയാണ്. ഇതിലൂടെ കുറച്ചു ദിവസം പാസ്റ്റിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ കഥാനായകനിവിടെ. പിന്നീടാവട്ടെ ആ ഒരു വെതർ വിസാർഡ് ഇത്തരത്തിലൊരു സുനാമി ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് അവനെ നശിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ കഥാനായകൻ. ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ പാസ്റ്റിൽ തന്നെയാണോ എന്നറിയാനായിട്ട് അവൻ അവിടെ ഐറിസിന്റെ അടുത്തേക്ക് കടന്നു വരികയും പിന്നീട് അവളുമായിട്ട് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ അവൻ പ്രപ്പോസ് ചെയ്ത കാര്യം ഒന്നും തന്നെ ഓർമ്മയില്ല എന്നുള്ള കാര്യം അവന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അവനിപ്പോൾ പാസ്റ്റിലാണ് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ ആവട്ടെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതിനു ശേഷം സിസ്കോയെ പിടിച്ചു വെക്കുകയും പിന്നീട് അവനോട് കോൾഡ് ഗൺ ഉണ്ടാക്കി തരാനായി നിർബന്ധിക്കുകയും ചെയ്യുകയാണ്. തന്റെ സഹോദരന്റെ ജീവന് വേണ്ടിയിട്ടാവട്ടെ അവൻ ഗത്യന്തരമില്ലാതെ ആ ഒരു കോൾഡ് ഗൺ തന്നെ വീണ്ടും നിർമ്മിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അവിടേക്ക് രംഗപ്രവേശനം ചെയ്യുന്ന ട്രിക്സ് ആണ്. അവൻ അവിടേക്ക് കടന്നു വരികയും സെൻട്രൽ സിറ്റി തന്നെ നശിപ്പിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു സസ്പെൻസ് കൂടി ഉണ്ട്. യഥാർത്ഥത്തിൽ ട്രിസ്റ്റർ ഉള്ളത് ജയിലിലാണ്. അതിനെ തുടർന്ന് ജോയ്സ്റ്റും സംഘവും ആവട്ടെ അവനെ തേടി ജയിലിലേക്ക് കടന്നു ചെല്ലുന്നു. പക്ഷെ അവർക്ക് അവനെ കാണാനായി സാധിക്കുന്നില്ല. ട്രിസ്റ്റർ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് ബാരിയുടെ ഫാദറിന്റെ ആ ഒരു സെല്ലിലായിരുന്നു. അതിലൂടെ അവൻ അവിടുന്ന് രക്ഷപ്പെടുകയും പിന്നെ പുറത്തേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. ഫ്ലാഷ് അങ്ങോട്ടേക്ക് കടന്നു വന്ന് ട്രിസ്റ്ററിനെ പിടിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അത് വളരെ കാര്യക്ഷമമായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴാണ് ട്രിസ്റ്ററിന്റെ മകനായിട്ടുള്ള ട്രിസ്റ്റർ ജൂനിയർ അങ്ങോട്ടേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. അവൻ കടന്നു വരികയും അവിടെ ഒരുപാട് കുരുത്തക്കേട് ഒപ്പിക്കുകയും ചെയ്യുന്നു. ഒടുവിലാവട്ടെ നമ്മുടെ ഫ്ലാഷിന് കയ്യിൽ തന്നെ ഒരു ബോംബ് ഘടിപ്പിച്ചതിന് ശേഷം അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നു. ഈ ഒരു സമയത്ത് ബാരി ആവട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബോംബ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ ജനങ്ങളും തന്നെ ഇല്ലാതാവുന്ന മനസ്സിലാക്കിയതോടുകൂടെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറിപ്പോവാനായി ശ്രമിക്കുന്നു. തരത്തിൽ അവിടെ നിന്ന് കടന്നു പോകുന്നതിന് മുൻപായി ട്രിസ്റ്ററേയും അതുപോലെ ജോണി ട്രിസ്റ്ററേയും അവൻ കെണിയിലാക്കുന്നു. പിന്നീടാവട്ടെ ഹാരിസന്റെ നിർദ്ദേശപ്രകാരം എങ്ങനെയെങ്കിലും ആ ഒരു ബോംബ് തന്റെ ശരീരത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. ഇതിലൂടെ ഫ്ലാഷിന് മനസ്സിലായിരുന്നു ഹാരിസൺ ഒരു സ്പീഡ്സ്റ്റർ ആണെന്ന്. പിന്നീടാവട്ടെ അവൻ അവിടെ നിന്ന് കടന്നു പോവുകയും ഇഡിയുടെ അടുത്തേക്ക് കടന്നു വരികയും പിന്നീട് അവന്റെ ഐഡന്റിറ്റി തന്നെ റിവീൽ ചെയ്യുകയും ചെയ്യുകയാണ്. തേനീച്ചകളെ വെച്ചുകൊണ്ട് തന്നെ സെൻട്രൽ സിറ്റി അറ്റാക്ക് ചെയ്യാനായി മറ്റൊരു വില്ലത്തി കൂടെ അങ്ങോട്ടേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു. ഈ ഒരു സമയത്ത് തന്നെ ആരോ ടീമും അതുപോലെ തന്നെ ഫെലിസിറ്റിയും ചേർന്നുകൊണ്ട് അവളെ തടയുകയും അതിലൂടെ സെൻട്രൽ സിറ്റിയെ വീണ്ടും രക്ഷിക്കുകയും ചെയ്യുകയാണ്. സിസ്കോയ്ക്ക് വളരെയധികം പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അവൻ ആരെങ്കിലും സ്പർശിക്കുകയാണെങ്കിൽ
പാസ്റ്റിലെയും അതുപോലെ തന്നെ ഫ്യൂച്ചറിലെയും കാര്യങ്ങൾ അവന് മനസ്സിലാക്കാനായി സാധിക്കും. ഇതിലൂടെ ഹാരിസ് അതുപോലെ തന്നെ സിസ്കോയുമായുള്ള ആ ഒരു കോൺവെർസേഷൻ അവന് മനസ്സിലാവുകയും അതിലൂടെ ഹാരിസൺ അവനെ നശിപ്പിക്കുന്നു എന്നുള്ള കാര്യവും സിസ്കോയ്ക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. സിസ്കോയ്ക്ക് ഇത്തരത്തിൽ നല്ല സംശയമായതിനെ തുടർന്ന് ജോവസ്റ്റും അതുപോലെ തന്നെ സിസ്കോയും ഹാരിസന്റെ യഥാർത്ഥ ബോഡി കണ്ടെത്തുന്നു. അവിടെ എത്തിയ അവർക്ക് അദ്ദേഹത്തിന്റെ മുഖം കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാനായി സാധിച്ചിരുന്നില്ല. അതിലൂടെ യഥാർത്ഥ ഹാരിസൺ മരിച്ചു പോയെന്നും ഇപ്പോൾ ഉള്ളത് ഈ ബോട്ട് ആണെന്നും അവർക്ക് കൺഫേം ചെയ്യാനായി സാധിച്ചു. അടുത്ത സീനിലാവട്ടെ ഒരു മെറ്റൽ സ്യൂട്ടിട്ട ആളെ തന്നെ ജോവസ്റ്റ് ഇവിടെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയാണ്. ഇതേ സമയത്ത് മറ്റൊരിടത്താവട്ടെ ഗോർലയുടെ സഹായത്താല് നമ്മുടെ റിവേഴ്സ് ഫ്ലാഷ് ആവട്ടെ ഇഡിയെ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഫ്ലാഷ് ആവട്ടെ ഒരു ഡിവൈസ് തന്നെ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം ആ ഒരു ഗോർലയുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവിടെ വെച്ച് നമ്മുടെ ഇഡിയെ മോചിപ്പിക്കുകയാണ്. എറിസ്ഫെസ്റ്റും ജോവസ്റ്റും അങ്ങോട്ടേക്ക് കടന്നു വരികയും ആ ഒരു ടണലിൽ നിന്ന് ഇഡിയെ വളരെ കൃത്യമായി രക്ഷപ്പെടുത്തുകയും അതിനുശേഷം പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. യുദ്ധങ്ങൾ എല്ലാം തന്നെ അവസാനിച്ചു എന്ന് കരുതിയ ഫ്ലാഷിനും കൂട്ടർക്കും തെറ്റിപ്പോയിരുന്നു. ഈ ബോട്ടോടാവട്ടെ വീണ്ടും ആ ഒരു പാർട്ടിക്കൽ എസ്കലേറ്റർ തന്നെ ചാർജ് ചെയ്യിപ്പിക്കുകയും പിന്നീട് വീണ്ടും ഒരു പൊട്ടിത്തെറിക്ക് കൂടി പദ്ധതി ഇടുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മെറ്റാ ഹ്യൂമൻസും നശിച്ചുപോകും. അതിനൊരിക്കലും ഇടവരുത്താൻ പാടില്ല എന്ന് കരുതിയതിനു ശേഷം ആവട്ടെ അവരെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈനാരോയുടെ ആ ഒരു ബേസിലേക്ക് തന്നെ ഇത്തരത്തിലുള്ള മെറ്റാ ഹ്യൂമൻസിനെ കൊണ്ടുപോകാനായി അവർ പ്ലാൻ ചെയ്യുന്നു. പിന്നീട് ക്യാപ്റ്റന്റെ സഹായത്താലും വലിയൊരു കണ്ടെയ്നറിൽ ഈ ഒരു മെറ്റാ ഹ്യൂമൻസിനെ എല്ലാം തന്നെ അവർ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്നാൽ ഫ്ലാഷിനും കൂട്ടർക്കും എതിരായ ചില മെറ്റാ ഹ്യൂമൻസ് ആ ഒരു കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നു. വെദർ വിസാർഡ് ആവട്ടെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എസ്കേപ്പ് ആവുകയും അതിനുശേഷം ഫ്ലാഷും ടീമുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ അവിടേക്ക് ബസ് ഫ്ലാഷ് കൂടെ കടന്നു വരുന്നു. പിന്നീടാവട്ടെ വലിയൊരു യുദ്ധം തന്നെയാണ് അവിടെ നടക്കാനായി പോകുന്നത്. എല്ലാവരും ചേർന്ന് നമ്മുടെ ഈ ബോട്ട് തോണിനെ ചുരുട്ടിയെടുക്കുകയും പിന്നീട് ഫ്ലാഷ് ആവട്ടെ ആ ഒരു പാർട്ടിക്കൽ എക്സലേറ്ററിലേക്ക് തന്നെ ഈ ബോട്ട് തോണിനെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും ചെയ്യുകയാണ്. ഈ ബോട്ടിനെ സ്പീഡ് തന്നെ കുറച്ചുകൊണ്ടാണ് അവർക്കിപ്പോൾ ഈ ബോട്ടിനെ തടവിലാക്കാൻ സാധിച്ചത്. അടുത്ത സീനിലാവട്ടെ നമ്മുടെ ഡോക്ടറുടെ സമക്ഷത്തിൽ വെച്ച് തന്നെ റോണിയും കേറ്റിനും വിവാഹം കഴിക്കുകയും അതിനുശേഷം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അവരുടെ രണ്ടുപേരുടെ മനസ്സിപ്പോൾ ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ ഒത്തുചേർന്ന് നിൽക്കാനും അതുപോലെ തന്നെ സെപ്പറേറ്റഡ് ആവാനും സാധിക്കും. ബാരെ ആവട്ടെ വീണ്ടും ഈ ബോട്ടിനടുത്തേക്ക് കടന്നു വരുന്നു. ഇപ്പോൾ ഈ ബോട്ട് തന്നെയാണ് തന്റെ അമ്മയെ കൊന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് അവൻ കടന്നു വന്നിരിക്കുന്നു. നിനക്കൊരിക്കലും നിന്റെ അമ്മയെ രക്ഷിക്കാനായി സാധിക്കില്ല. സംഭവിച്ചത് സംഭവിച്ചു. അത് തിരുത്തി കുറിക്കാൻ നീ എന്തൊക്കെ ശ്രമിച്ചാലും അതിന് സാധിക്കില്ല എന്ന് തന്നെ വീണ്ടും ആവട്ടെ ഈ ബോട്ട് അവന്റെ അടുത്ത് തറപ്പിച്ചു പറയുന്നു. ഇതിനെ തുടർന്ന് ഒരുപാട് ദേഷ്യത്തോടു കൂടെയും അതുപോലെ വിഷമത്തോടു കൂടെയും നമ്മുടെ കഥാനായകനാവട്ടെ വീണ്ടും പാസ്റ്റിലേക്ക് ഓടുന്നിറങ്ങുകയാണ്. ഫ്ലാഷ് ആവട്ടെ മരണാശയെ കിടക്കുന്ന അവന്റെ അമ്മയുടെ അടുത്ത് താൻ ആരാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നു. പിന്നീട് ആവട്ടെ വീണ്ടും ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് പ്രസന്റിലേക്ക് കടന്നു വരാനായി ശ്രമിക്കുകയാണ്. ഈ ബോട്ടിനാവട്ടെ അവന്റെ ഫ്യൂച്ചറിലേക്ക് കടന്നു പോകാനായി സാധിക്കുന്നില്ല. അതിനാൽ തന്നെ അവനിട്ട ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ ബാരിയെ ഫ്ലാഷ് ആക്കി തീർക്കുക എന്നതും അതിലൂടെ അവന്റെ ആ ഒരു സ്പീഡ് കരസ്ഥമാക്കി എങ്ങനെയെങ്കിലും ഫ്യൂച്ചറിലേക്ക് തിരിച്ചു പോവുക എന്നതും. ഇത്തരത്തിൽ അവസരം നോക്കി നിൽക്കുന്ന നമ്മുടെ റിവേഴ്സ് ഫ്ലാഷിനെ ഫ്ലാഷ് ആവട്ടെ ഇടിച്ച് താഴെ ഇടുകയാണ്. മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഡിയാണ് ഈ ബോട്ടിന്റെ ഒരു ആൻസിസ്റ്റർ. അതുകൊണ്ട് തന്നെ ഇഡി ഇല്ലെങ്കിൽ നമ്മുടെ ഈ ബോട്ട് തന്നെ ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഇഡി ആവട്ടെ ഒരു ഗൺ എടുക്കുകയും അതിനുശേഷം എങ്ങനെയെങ്കിലും ഈ ബോട്ട് തോണി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ സ്വന്തം ജീവൻ ബലി കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതിലൂടെ ഇഡിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ബോട്ടും അവിടെ ഇല്ലാതായിത്തീരുന്നു. ഇത് കണ്ട് നമ്മുടെ ഫ്ലാഷിന് അതെല്ലാം തന്നെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവന്റെ അമ്മ അവനെ വിട്ടു പിരിഞ്ഞുപോയി. അതിനുശേഷം അവൻ ഒരുപാട് സ്നേഹിച്ച ഇഡിയും ഇപ്പൊ അവന് വിട്ടു പോയിരിക്കുന്നു. ഫ്ലാഷിന് നഷ്ടപ്പെട്ടവരെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും അവൻ ടൈം ട്രാവൽ ചെയ്യുകയും അതിനുശേഷം അവന് നഷ്ടപ്പെട്ടു പോയ ഇഡിയെയും അമ്മയും എല്ലാവരെയും തന്നെ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ തന്നെ പാസ്റ്റിൽ നടക്കാനിരുന്ന സംഭവങ്ങളെല്ലാം തന്നെ ചേഞ്ച് ആവുകയാണ്. ഇതിലൂടെ തന്നെ ഫ്യൂച്ചറിൽ നടക്കാനിരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ആ ഡബ്ബാടലായി ചേഞ്ച് ആവുന്നു. അതേ സമയത്ത് തന്നെ അവിടെ വലിയൊരു ബ്ലാക്ക് ഹോൾ തന്നെ ക്രിയേറ്റഡ് ആവുകയും അതിനുശേഷം സെൻട്രൽ സിറ്റി തന്നെ പൊടുന്നനെ തകരാനായി ആരംഭിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെട്ട ഫ്ലാഷ് ആവട്ടെ സെൻട്രൽ സിറ്റിയെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കാനായിട്ട് ആ ഒരു പോർട്ടലിന്റെ എതിർ ദിശയിൽ റൊട്ടേറ്റ് ചെയ്യുകയും അതിലൂടെ തന്നെ സെൻട്രൽ സിറ്റിയെ തിരിച്ചു പിടിക്കാനായി ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സീനോട് കൂടിയാണ് സീസൺ ഫസ്റ്റ് അവസാനിക്കുന്നത്. ഫസ്റ്റ് സീസൺ ഇത്തരത്തിൽ ഓടിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ സെക്കൻഡ് സീസന്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് സീസൺ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു മൂവി ആയിട്ട് കാണും വരെ സ്റ്റേ ട്യൂൺ.